അരിയും അവലും ചേർത്തരച്ച് നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ കപ്പിയൊക്കെ കാച്ചിയാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിലാണെങ്കിൽ ആ ജോലിയൊക്കെ ഒഴിവാക്കാം, നല്ല വട്ടയപ്പം കിട്ടുകയും ചെയ്യും. ഇതിനുവേണ്ടി 1 കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാം. അരയ്ക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ 1/2 കപ്പ് അവല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് കൊണ്ട് അവല് നന്നായിട്ട് കുതിർന്ന് കിട്ടും. വെളുത്ത അവല് നോക്കിയെടുക്കണം. നമ്മുടെ വട്ടയപ്പം നല്ല തൂവെള്ള നിറം കിട്ടണമെങ്കിൽ വെള്ള അവല് വേണം. നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പം ഇതിലെ വെള്ളം അങ്ങൂറ്റി കളഞ്ഞിട്ട് അരി അവലും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ ഒരുപാട് മൂപ്പത്താത്ത തേങ്ങ നോക്കി ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു 3/4 കപ്പ് തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം എത്രയും വേണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്തിരിക്കുന്നത്. അല്ലാത്ത ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരല്പനേരം ഒരു ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഈസ്റ്റും ചേർത്തൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കാം. ഏകദേശം ഒരു 5-6 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പുളിച്ച് പതഞ്ഞു പൊങ്ങി വരും. ഈ വട്ടയപ്പത്തിന്റെ മാവ് അപ്പത്തിന്റെ മാവ് പോലെ അത്രയും അങ്ങ് പുളിപ്പിച്ചെടുക്കണ്ട. നന്നായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് മധുരവും ഉപ്പും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നെയ്മയം പുരട്ടിയ പാത്രം എടുക്കാം. ഈ പാത്രം ഞാൻ നെയ്യ് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ഈസി ആയിട്ട് വട്ടയപ്പം ഇളകി വരും. അതിനുശേഷം ഇതിന്റെ ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവിയിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇതിന് മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എളുപ്പത്തിൽ തയ്യാറായി. ഇത്തവണ ക്രിസ്മസിന് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അവലില്ലെങ്കിലും കുഴപ്പമില്ല. അവലിന് പകരം ചോറ് ചേർത്ത് അരച്ചാൽ മതി. ചോറിന്റെ അളവ് 1 കപ്പിന്റെ 1/3 ഭാഗം അത്രയും ചേർത്ത് കൊടുത്താൽ മതി. അവല് ചേർക്കുന്നത് പോലെ 1/2 കപ്പ് ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല. ചോറാണെങ്കിൽ 1/3 കപ്പ്, അവലാണെങ്കിൽ 1/2 കപ്പ്. 1 കപ്പ് അരിക്കുള്ള അളവാണ് ഈ പറയുന്നത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. പച്ചരിയും റവയും മിക്സിയിൽ അരച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയാണ് ഈ പാലപ്പം കഴിക്കാൻ. ഇതിനു വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി വേണം. പച്ചരി എടുക്കുമ്പം പശയില്ലാത്ത പച്ചരി നോക്കിയെടുക്കണം. പച്ചരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം. അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കഴുകി കളയണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകണം. ഇനി ഇതിനെ ഒരു 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കാം. ഇപ്പം പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ റവയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. റവയുടെ അളവ് കൂടരുത്. 1 കപ്പ് പച്ചരിക്ക് 2.5 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിന്റെ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇനി ഇതിലേക്ക് ആ റവ കുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ചിലർക്ക് അപ്പത്തിന് മധുരം മുന്നിൽ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് 3 ടേബിൾ സ്പൂൺ വരെ ആക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി തേങ്ങാ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ ഇതിനെ അരച്ചെടുക്കാം. നന്നായിട്ട് മാവ് അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 നുള്ള ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഈസ്റ്റ് ചേർക്കണം നിർബന്ധമില്ല. ഈസ്റ്റ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്തത്, അതുകൊണ്ടാണ് നേരെ ചേർത്തത്. അല്ലാത്ത ഈസ്റ്റ് ആണെങ്കിൽ ഒരല്പം വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് 8 മണിക്കൂറെങ്കിലും ഒന്ന് പുളിച്ചു പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പം 8 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം 8 മണിക്കൂർ കഴിഞ്ഞപ്പം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ മാവ് ഒരല്പം കട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനെ ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ അപ്പം അത്ര സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ 1/2 മണിക്കൂർ വീണ്ടും ഞാൻ മാറ്റി വെച്ചു. ഇപ്പൊ നമ്മുടെ മാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്പം ചുട്ടെടുത്താൽ മാത്രം മതി. ഈ റവ കൂടി ചേരുന്നതുകൊണ്ട് വശങ്ങളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പൊ അപ്പച്ചട്ടിയിലേക്ക് മാവ് കോരി ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. മാവ് ഇങ്ങനെ ചുറ്റിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേണം അപ്പം വേവിക്കാൻ. അല്ലെങ്കിൽ താഴ്ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കണം. വശങ്ങൾ ഇങ്ങനെ ഒരു ഇളം ബ്രൗൺ നിറത്തിൽ എത്തുമ്പം നമുക്ക് അപ്പം ഇളക്കിയെടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല വശങ്ങൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം തയ്യാറായി.